ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഈച്ച പറയാണ്, ഈ പൈസ തന്ന് സഹായിച്ച സ്ത്രീ ആരാണെന്ന് എനിക്കറിയാന്ന്. അപ്പൊ ഭാനുചന്ദ്രൻ ചോദിച്ചു, ആരാ ആ സ്ത്രീ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച പറഞ്ഞു, ഞാന് ചെറിയൊരു ക്ലൂ തരാം. ഒരു ആക്ഷൻ പടത്തിലെ ചെറിയ രംഗങ്ങളൊക്കെ കാണിക്കുക. അപ്പൊ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം സീന് ഗ്രാമത്തിലുള്ള അച്ചമ്മയുടെ വീട്. ഇത് കേട്ടതും അച്ചമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിട്ടോ. ആര്? നമ്മുടെ രേവതിയും സച്ചി രവീന്ദ്രനും ഒക്കെ. ചന്ദ്രയാണെങ്കിൽ കണ്ണു തള്ളി നിപ്പുണ്ട് കേട്ടോ. ചന്ദ്രയുടെ പിടി വിട്ട് നിൽക്കുകയാണേ. ഈ സമയത്ത് കുറെ ചക്ക വന്ന് പടപടപടപടപടേ വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. സീനിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ ചക്ക ഇടിപ്പിക്കുകയാണ്. ആരെയോ കൊണ്ട് ചക്ക ഇടിപ്പിക്കുകയാണ്. ഗ്രാമത്തിലെ വീടാട്ടോ കാണിക്കുന്നത്. ഏതായാലും ചക്ക ഇട്ടപ്പോഴത്തേക്ക് അയാൾ ചോദിച്ചു, എങ്ങനെയുണ്ട് ചക്ക എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഈച്ച വന്നു. ഈച്ച വന്നിട്ട് അച്ചമ്മേന്ന് പറഞ്ഞ് വിളിച്ചോണ്ടാ വരുന്നത്. അപ്പോഴത്തേക്ക് അച്ചമ്മ കാണുന്നില്ല കേട്ടോ. അച്ചമ്മയാണെങ്കിൽ ചക്ക പറിക്കുന്നതിന്റെ ധൃതിയിലൊക്കെയാണ്. അപ്പൊ ഈച്ച വന്നിട്ട്, അച്ചമ്മേ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഓ, നീ വന്നല്ലേ. എനിക്കറിയാം, നീ എവിടെ പോയാലും വളഞ്ഞു പുളഞ്ഞ് ഈ കരയിൽ തന്നെ വന്ന് അടിയുന്നു. ഓ, പിന്നെ ഞാൻ കരയെ വന്ന് അടിയാൻ എന്താ ചത്ത സ്രാവ് വല്ലോ ആണോ അച്ചമ്മേ? നീ സ്രാവല്ല, നീ നെത്തോലി. നെത്തോലി ഒരു ചെറിയ മീനല്ലെന്നറിയാലോ. ഇപ്പൊ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിച്ചു, എന്തു പറ്റി അച്ചമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്? വടിയെടുക്കാൻ പോവാണോ? അല്ല, കോടാലി. എടാ, നീ വിറക് വെട്ടാൻ മടിച്ചിട്ടല്ലേടാ നീ നാട് വിട്ടു പോയത്. അന്ന് നീ വെട്ടാതിരുന്ന മരക്കഷ്ണം ഇവിടെ തന്നെയുണ്ട്. അത് വെട്ടി കീറിയിട്ടേ നിന്നെ ഞാൻ വിടത്തുള്ളൂ. ഞാന് നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അത് പിന്നെ വിറകൊക്കെ ഞാൻ വേറൊരു ദിവസം വന്ന് കെട്ടി കീറാം. ഞാനേ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. നിനക്ക് ക്യാഷ് വല്ലതും വേണമായിരിക്കൂലേ? ഓ, എനിക്കല്ലേ ക്യാഷ് വേണ്ടത്, രേവതിക്ക് ക്യാഷ് വേണ്ടത്. രേവതിക്കോ? അതെന്താ രേവതിക്ക് ക്യാഷ് വേണമെന്നോ? രേവതി ഒരു ഓർഡർ എടുത്തിരുന്നു, ഒരു ഓഡിറ്റോറിയമേ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി. അതിനൊരു 5 ലക്ഷം രൂപ വേണ്ടി വരും. അതിലൊരു 3.5 ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിലുണ്ട്. ഇനിയും വേണം 1.5 ലക്ഷം രൂപ. സച്ചി രേവതിയും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുക ക്യാഷിന് വേണ്ടി. ഒരിടത്തൊന്നും കിട്ടിയില്ലെന്ന അച്ഛമ്മയെ തോന്നുന്നത്. പിന്നെ ഇന്ന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ സമയത്തിന് പൂ ഇറക്കാനും പറ്റത്തില്ല. ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അച്ഛമ്മയുടെ കയ്യിൽ ക്യാഷ് കാണുമല്ലോ. രേവതിനൊന്ന് സഹായിക്കണം അച്ഛമ്മ. നല്ല ലാഭം കിട്ടുന്ന ഓർഡർ ആ പെങ്കൊച്ചിന്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് രേവതിക്ക് വിഷമാവും. അല്ല, നിന്നെ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടതാണോ? അവർക്ക് എന്നോട് വിളിച്ചു ചോദിച്ചാൽ എന്താടാ? അയ്യോ, അവർ പറഞ്ഞു വിട്ടതല്ലെന്നെ. സച്ചിയുടെ വിഷമം കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. അച്ഛമ്മേനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് അവർ ക്യാഷ് ചോദിക്കാത്തത്. ഓ, ബുദ്ധിമുട്ടോ? ഈ ക്യാഷ് ഒക്കെ ഞാൻ ആർക്ക് വേണ്ടിയാടാ കൂട്ടുവെക്കുന്നത്? ഇതൊക്കെ അവർക്കുള്ളതല്ലേ. എന്റെ ദൈവമേ, അവരെ സഹായിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ എനിക്കുള്ളത്? ക്യാഷിന് വേണ്ടി എന്റെ മക്കൾ ഇങ്ങനെ അലയുന്നത് കാണുമ്പോഴേ എനിക്ക് സങ്കടം തോന്നുക. ഞാൻ എന്താ അന്യാണോ? അവർക്ക് എന്നോട് ചോദിക്കായിരുന്നു. അത് പിന്നെ അച്ഛമ്മ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കണം. ക്യാഷ് എൻ്റെ കയ്യിൽ തരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി ഇന്ന് രേവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. എനിക്ക് എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കാണണോടാ. എത്ര ദിവസമായി അവരെ കണ്ടിട്ട്. അവരെ ഒന്ന് കാണണം, സംസാരിക്കണം. ഏതായാലും ഞാനും കൂടെ വരാം. നമുക്ക് ഈ വഴി ബാങ്കിൽ പോകാം. ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യാം, സച്ചിനെ രേവതിനെയൊക്കെ കാണാനായിട്ട് ചന്ദ്രോദയത്തേക്ക് ചെല്ലാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈച്ച പറഞ്ഞു, എന്നാ ഓക്കെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഇവരെ ഇങ്ങനെ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈച്ച ബൈക്കിലാണ് കേട്ടോ അച്ചമ്മേനെ കൊണ്ടുപോകുന്നത്. അച്ചമ്മയും ഈച്ചയും കൂടെ സന്തോഷത്തോടു കൂടി പോകുന്നു. നമ്മുടെ രേവതിയുടെ ഒക്കെ വീടിൻ്റെ അഭാവമൊക്കെ എത്താറായി. അപ്പോഴാണ് ആ കാഴ്ച നമ്മുടെ ഈച്ചയും അച്ചമ്മയും കാണുന്നത്. രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഗുണ്ടന്മാർ പണം തട്ടിക്കൊണ്ട് പോകുന്നു. വെറുതെ ഇരിക്കുവോ നമ്മുടെ അച്ചമ്മ? എടാ ദേടാ കണ്ടോടാ, എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇവന്മാർ ബൈക്ക് എടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ഈച്ച പറഞ്ഞു, ബാ നമുക്ക് രേവതിനെ പോയി പിടിക്കാന്ന് പറഞ്ഞപ്പോൾ രേവതിനെ അല്ല പിടിക്കേണ്ട, ഇവന്മാരെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവന്മാർ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുന്നവന്മാരുടെ പള്ളക്കിട്ട് ഞാൻ കുത്തുന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ പുറകെ പോയി വിട്ടടിച്ച് നമ്മുടെ ഈച്ച പോയി. ഈച്ച പാറപ്പിച്ച് വിട്ടു. അച്ഛമ്മേനെയും കൊണ്ടുവന്ന് ഇങ്ങനെ പാറപ്പിച്ച് വിട്ടു. ഇവന്മാരുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് നിന്നു. ഇവന്മാർ പൈസയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു. ഫ്രണ്ടിൽ അങ്ങോട്ട് നിന്നിട്ട് അച്ചമ്മ ചെന്ന് ചോദിച്ചു, എൻ്റെ മോളുടെ പൈസ എടുത്തുകൊണ്ട് പോകാൻ ആർക്കാടാ ധൈര്യമുള്ളത്? ഞാൻ കാണിച്ചു തരാടാ
എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അടിക്കാനും ഇടിക്കാനും ഒക്കെ തുടങ്ങി. ഇവന്മാരും ചില്ലറക്കാരല്ലല്ലോ, ഇവന്മാരും നമ്മുടെ അച്ഛമ്മേനെ പിടിച്ചു വെച്ച സമയത്ത് ഈച്ചയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈച്ചയാണെങ്കിൽ അടിക്കാൻ ചെന്നപ്പോൾ ഈച്ചേനെയും പിടിച്ചു വെച്ചു. ലാസ്റ്റ് നമ്മുടെ അച്ഛമ്മയ്ക്ക് ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. നമ്മുടെ അച്ഛമ്മ പ്രയോഗിച്ച പ്രയോഗം പണ്ട് നിങ്ങൾക്കറിയാലോ, മധുസൂദനിട്ടൊരെണ്ണം കൊടുത്തില്ലേ, അതുപോലെ ഒരെണ്ണം കഴുത്തിൻ്റെ പെടലിയുടെ അവിടെ തന്നിട്ട് ഒരൊറ്റ കുത്തു കൊടുത്തു. തീർന്നു നമ്മുടെ ഗുണ്ടകളുടെ എന്താ പറയുക, അവന്മാർ സ്റ്റാച്ചു ആയിപ്പോയി. അവിടെ അവന്മാർ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ സ്റ്റാച്ചു ആയിട്ട് അങ്ങനെ നിൽക്കത്തല്ലേ ഉള്ളൂ. അങ്ങനെ പൈസ പിടിച്ച് മേടിച്ചിട്ട് പറഞ്ഞു, എന്നോടും എൻ്റെ മക്കളോടും കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഇതേ ജീവനുള്ള പൈസയാടാ, എൻ്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, ഇതിൻ്റെ വില എന്താണെന്നേ നിനക്കൊന്നും അറിയത്തില്ലടാ, നിനക്കൊക്കെ അറിയണമെങ്കിൽ നീയൊക്കെ കഷ്ടപ്പെടണം, പിടിച്ചു പറിക്കാതെ പൈസ ഉണ്ടാക്കാൻ പഠിക്കണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്ഛമ്മയും അതുപോലെ തന്നെ ഈച്ചയും കൂടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതേ പോലീസ് ജീപ്പ് വരുന്നു. അപ്പോൾ ഈച്ച ചോദിച്ചു, അല്ല അച്ഛമ്മ പോലീസുകാരെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. നീ വിളിച്ചായിരുന്നോ? ഏയ്, ഞാനും വിളിച്ചില്ല. പിന്നെ എന്ത് പറ്റി, ഇവന്മാർ മണത്തറിഞ്ഞോ? പോലീസുകാരന്മാർ മണത്തൊക്കെ അറിയുമായിരിക്കും എന്ന് പറഞ്ഞു. ഈ സമയത്ത് പോലീസുകാർ വന്നിട്ട്, അല്ല ഇവന്മാരാണോ ആ രണ്ട് കള്ളന്മാർ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പട്ടാപ്പകല് പൈസ തട്ടിയെടുത്തോണ്ട് പോയ കള്ളന്മാരാണോ ഇവരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ സാറേ, എൻ്റെ മോളുടെ കയ്യിൽ നിന്നാണ് പൈസ ഇവന്മാർ തട്ടിയെടുത്തോണ്ട് പോകാൻ തുടങ്ങിയത്. ഞാൻ വെറുതെ വിടുവാ. ഞാനും ഇവരും കൂടെ പുറകെ വന്ന് പിടിച്ച് ആ ക്യാഷ് ഞങ്ങൾക്ക് കിട്ടി. ഈ ക്യാഷ് അപ്പം ഇവന്മാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചത് തന്നെയല്ലേ? അതേന്നേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു മേടിച്ചതാ. ഇവന്മാർക്കിട്ട് ഞങ്ങൾ വേണ്ടുവോളം കൊടുക്കുകയും ചെയ്തു. സാറ് ഇപ്പം വരാൻ കാരണം എന്താ? അല്ല, എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അത് പിന്നെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞായിരുന്നു ഞങ്ങളോട്, ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പട്ടാപ്പകൽ ഇങ്ങനെ രണ്ട് ഗുണ്ടുകൾ പൈസ തട്ടിപ്പറിച്ചോണ്ട് ഓടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് ഞങ്ങളിങ്ങനെ വന്നതെന്ന് പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണോ സാറുമാർ വന്നത്? ഇവന്മാർ തന്നെയാണ് സാറുമാരെ. ഇവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവന്മാരെ വെറുതെ വിട്ടാൽ ഇനി ഇവന്മാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യും. പാവപ്പെട്ട സ്ത്രീകളുടെ കഞ്ഞികുടി മുട്ടിക്കും. എൻ്റെ മോളെ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ 5 ലക്ഷം രൂപ ഉണ്ടാക്കിയതെന്ന് അറിയാമോ? പാവം എൻ്റെ മോളെൻ്റെ കയ്യിൽ നിന്ന് ഇവന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഇവന്മാരെ കൊണ്ടുപോ സാറുമാരെ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പം, അതെ, ഇവന്മാർ ഇപ്പം തന്നെ കൊണ്ടുപോകാൻ പോവാ, ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പോൾ പോലീസുകാർ ചോദിച്ചു, അല്ല ഇവന്മാർ ഈ കണ്ടീഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇവന്മാർ പഴയ ലെവലിലേക്ക് എങ്ങനെ വരും എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതിപ്പം ഞാൻ കാണിച്ചു തരാം, ഇവന്മാരെ പഴയ ലെവലിലേക്ക് കൊണ്ട് തന്നാൽ പോരെ, ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നേരെ അച്ഛമ്മ ചെല്ലുകയാണ്. അച്ഛമ്മ ചെന്നിട്ട് ആ പേടലിക്ക് ഒരൊറ്റ കുത്ത് വീണ്ടും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാരങ്ങോട്ട് നേരെയായി കേട്ടോ. പെട്ടെന്ന് നേരെയായിട്ട് ഓടാൻ തുടങ്ങിയതും പോലീസുകാരന്മാർ പിടിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, നമ്മുടെ അച്ഛമ്മ പറഞ്ഞു, ഇനി മേലാൽ എൻ്റെ മക്കളെ എങ്ങാനും ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഇവിടെ ഉണ്ടാവത്തില്ല, ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവത്തില്ല, ഓടിക്കും ഞാൻ ഇവിടെ നിന്ന്, നേരെ അങ്ങ് പരലോകത്തേക്ക് ഓടിക്കും, കേട്ടല്ലോടാ, മര്യാദയ്ക്ക് ജീവിച്ചോടാ. ഒറ്റ സ്ത്രീകളെയും ഒരൊറ്റ പുരുഷന്മാരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്താലുണ്ടല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ പെരട്ടിക്കുത്തല്ല, ഇതിനപ്പുറത്തെ മർമ്മ ചികിത്സ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ വേണ്ടായേ ദൈവമേ, ഞങ്ങളിനി ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കൈയും കൂപ്പി നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് അവന്മാർ നിൽപ്പുണ്ട്. കാരണം അവന്മാർ അത്രയ്ക്കും അനുഭവിച്ചു അച്ഛമ്മയുടെ ആ പെരട്ടിക്കുത്ത്. അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ കള്ളന്മാരെയും പിടിച്ചോണ്ട് പോലീസ് വണ്ടിയിൽ അങ്ങ് പോവുകയാണ്. അപ്പം നമ്മുടെ അച്ഛമ്മ എങ്ങനെയാണ് രേവതിക്ക് പൈസ കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ അച്ഛമ്മ അവിടെ എല്ലാവരോടും കൂടി പറയുന്നത്. അച്ഛമ്മ ഈച്ചയും കൂടെ ചേർന്നിട്ട് സച്ചിയോട് രേവതിയോട് രവീന്ദ്രനോടും ഒക്കെ കൂടി പറഞ്ഞ കഥയാണ് കേട്ടോ ഇത്രയൊന്ന് പറയുന്നത്. കഥയല്ല, സംഭവമാണ്, നടന്ന സംഭവമാണ് ഇത്രയൊന്ന് പറയുന്നത്. ഇതിനിടയിൽ അച്ഛമ്മ എന്ത് ചെയ്തു? ഇതിനിടയിൽ നമ്മുടെ അച്ഛമ്മ പൂക്കടക്കാരനെ പോയി കണ്ടു. പൂക്കടക്കാരൻ പോയി കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിനെയും കൊണ്ട് 2 സ്ത്രീകൾ എവിടെ പോയി, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പൂക്കടക്കാരൻ എന്ത് ചെയ്തു, ഇത് രേവതിയുടെ അഡ്വാൻസ് തുകയാണ്, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പഴയ തുകയാണെന്നൊന്നും ഈ പുള്ളിക്കാരനോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഈ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ തുകയാണ്, അത് ഞങ്ങൾ സേവ് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളത് രക്ഷിച്ചുകൊണ്ട് വന്ന് നിങ്ങളുടെ കയ്യിൽ തരുന്നതാണെന്നൊന്നും ഈ പൂക്കടക്കാരനോട് പറഞ്ഞില്ല. ഇത് വെച്ചോ, ഇത് രേവതിക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഇനി 5 ലക്ഷവും കൊടുത്തു. അതുപോലെ 1.5 ലക്ഷം ബാക്കിയുള്ള പൈസ കൊടുക്കാൻ കൊണ്ടുവന്നതാണല്ലോ. രേവതിയുടെ പൈസ തികയാത്തതുകൊണ്ട് ബാക്കിയുള്ള പൈസയും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ അച്ഛമ്മ പൈസ കൊണ്ടുവന്നത്. ആ പൈസയും കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ അച്ഛമ്മ കൊടുക്കുകയാണ് കേട്ടോ ഈ പൂക്കടക്കാരന്. അങ്ങനെയാണ് സംഭവം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, ഇതൊക്കെ നേരത്തെ എന്താ പറയാതിരുന്നത് അമ്മയെന്ന്. അപ്പോൾ ഈച്ച പറഞ്ഞു, അതൊക്കെ സർപ്രൈസ് ആക്കി വെച്ചതാ. അപ്പം അച്ഛമ്മ പറഞ്ഞു, കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ട ക്യാഷ് തിരികെ മേടിക്കാൻ കഴിഞ്ഞില്ലേ,
പൂവിനുള്ള അഡ്വാൻസും കൊടുത്തു. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ദൈവമാണ് എന്നെ അവിടെ എത്തിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം രേവതി മോളെ നിനക്കുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മേനെ രേവതി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അച്ഛമ്മേ, ഞാൻ എന്താ അച്ഛമ്മേ ചെയ്യേണ്ടത്? എനിക്കറിയില്ല. വെറും 5 ലക്ഷം രൂപയല്ല അച്ഛമ്മേ, അത് എൻ്റെ ജീവിതം കൂടിയാ അച്ഛമ്മ എനിക്ക് തിരിച്ചു തന്നത്. അച്ഛമ്മേ, ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ആ ക്യാഷ് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഓർഡറൊക്കെ നഷ്ടപ്പെടില്ലായിരുന്നു അച്ഛമ്മേ. ഞാൻ എന്ത് ചെയ്തേനെ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെടില്ലായിരുന്നു. ആ ഓർഡർ കിട്ടിയ രാത്രി ഉണ്ടല്ലോ, ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടെന്നറിയാമോ അച്ഛമ്മേ? അതുപോലെ ഞാൻ സ്വപ്നം കാണുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തതാ. ഒരു ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ അശ്രദ്ധ മൂലം അത് എല്ലാം തകർന്നേനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരിയാ രേവതി പറയുന്നത്. അച്ഛമ്മേ, എത്ര നന്ദി പറഞ്ഞാലുമേ തീരത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദിയോ? നീ ആരുടെ നന്ദി പറയാനായിട്ടും? ദേ സച്ചി അടിച്ചു നിന്നെ ഉണ്ടല്ലോ നന്ദി പറഞ്ഞുകൊണ്ട് വരുന്നവൻ. നാണമില്ലടാ നിനക്ക്? അപ്പം നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല ഇത്രയും പ്രായത്തിൽ ഇതെങ്ങനെ സാധിക്കുന്നു അമ്മേ? കാതലായ തടിയല്ലേ, പഴക്കമേറിയതല്ലേ, അപ്പം പിന്നെ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്ന ഈച്ച. എന്നിട്ട് ഈച്ച പറഞ്ഞാൽ കള്ളന്മാരുടെ കാര്യം പോക്ക, ഇനി അവന്മാർക്ക് നേരെ ചൊവ്വ എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, അപ്പം ആ കള്ളന്മാരെ പറഞ്ഞു വിട്ടത് ഹേമ തന്നെയാണ്. അവൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്, വയറ് നിറയെ. മുന്നേ പിടിച്ച് അവളെ കെട്ടേണ്ടത് ആയിരുന്നു. അല്ല, ഞാൻ ഈ പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്ന കാര്യം എങ്ങനെയാ ഹേമ അറിഞ്ഞത് സച്ചേട്ടാ? അത് ശരിയാണല്ലോ. അത് നല്ലൊരു ചോദ്യമാണല്ലോ അച്ഛാന്ന്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു, രേവതി ഇവിടെ നിന്ന് ക്യാഷുമായിട്ട് പോകുന്ന കാര്യം ആരെങ്കിലും ഹേമേനെ വിളിച്ചു പറഞ്ഞു കാണും. അങ്ങനെ തന്നെ ആയിരിക്കും ഹേമ ഇതൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദിച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ആരായിരിക്കും ഇത് പറഞ്ഞത്? ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി പതിയെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഹേയ് ഞാൻ പറഞ്ഞിട്ടില്ല, സത്യമായിട്ടും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ അച്ഛമ്മ തല അങ്ങോട്ട് കുലുക്കുന്നുണ്ട് കേട്ടോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതിന് നീയാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. എന്താ ചന്ദ്ര ഇത്? നിന്നോട് ഞങ്ങൾ ചോദിച്ചോ? അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, നീ പറഞ്ഞില്ല എന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെയാ വിളിച്ചു പറഞ്ഞത്. അതോറപ്പായ കാര്യമാ എടി ചന്ദ്രേ, നീ തന്നെയാ വിളിച്ചു പറഞ്ഞതെന്ന്. അയ്യോ, ചന്ദ്ര സമ്മതിക്കുവോ? ചന്ദ്ര ഇല്ലില്ല, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? എനിക്കറിയായിരുന്നു ഇത് വളഞ്ഞു പൊളഞ്ഞ് എൻ്റെ തലയിലേക്ക് വരുന്നു. ദേ അമ്മേ, ഞാനല്ലമ്മേ വിളിച്ചു പറഞ്ഞത്, സത്യമായിട്ട് ഞാനല്ല വിളിച്ചു പറഞ്ഞത്. ഇതിൻ്റെ കാര്യമൊന്നും എനിക്കില്ല. ദേ കേട്ടോ രവിയേട്ട, ഞാൻ ഇങ്ങനെ ചെയ്യുമോ? അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയല്ല സച്ചി പറഞ്ഞു, ഉറപ്പായിട്ടും പറയും, നിങ്ങളല്ലാതെ വേറെ ആരും പറയത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ഈച്ച പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പോവുക, നിങ്ങൾ വിചാരണയൊക്കെ ചെയ്തോ, ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഈച്ച പോയി കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങളൊരു ദുഷ്ട സ്ത്രീയാണ്. നിങ്ങളുടെ മൂത്ത മകനല്ലാതെ വേറെ ആരും ഉയരങ്ങളിലേക്ക് കയറി പോകരുത്. അങ്ങനെ കയറിപ്പോയി നിങ്ങൾ വലിച്ചു പിടിച്ച് താഴെയിടും. അതല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ അത് തന്നെയാണ് എന്നോട് ചെയ്യുന്നത്. നിങ്ങൾ എന്നെയും അങ്ങനെ ചെയ്യാൻ നോക്കിയതാണല്ലേ, പക്ഷെ നടന്നില്ല. ഈശ്വരനെ എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ അച്ഛമ്മേനെ എന്നെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ദേ രേവതി, ഞാൻ ആരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ. നീ എന്താ പറഞ്ഞത്? നിന്നെ വലിച്ച് താഴെയിടാൻ ഞാൻ നോക്കിയെന്നോ? നിന്നെ വലിച്ച് താഴെ ഇടാൻ നീ ആരാ? നിന്നെ വലിച്ച് ഞാൻ അങ്ങോട്ട് ഇടാനായിട്ട്? വലിയൊരു ബിസിനസ്സുകാരി വന്നിരിക്കുന്നു. നീ ഒരു സ്റ്റെപ്പെങ്കിലും കയറിയോ? നീ ആദ്യം കയറ്. എൻ്റെ മോൻ സുധി എവിടെ? നീ എവിടെ? നീ എന്തിനാടി എൻ്റെ സുധിമോനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് സച്ചി 2 ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സച്ചിക്ക് അങ്ങോട്ട് പേരുത്ത് കയറിയിട്ട് സച്ചി പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നതാ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞും പോയേനെ. തമാശ പറഞ്ഞ് എന്നെ തണുപ്പിച്ചതിന് നന്ദിന്ന് നമ്മുടെ ചന്ദ്രയോട്. ചന്ദ്ര അപ്പോഴത്തേക്ക് സച്ചിയോട് എന്ന് ചോദിച്ചു, നിനക്ക് ദേഷ്യം വന്നാൽ എനിക്കെന്താടാ? അയ്യോ ദേ, ഇവള് ക്യാഷുമായിട്ട് പോകുന്ന കാര്യം ഞാനല്ല ഹേമയെ വിളിച്ചു പറഞ്ഞത്. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മെക്കിട്ട് കയറാൻ ആരെങ്കിലും വന്നാൽ ഉണ്ടല്ലോ രവിയേട്ടാ, ഞാൻ പറഞ്ഞത് സത്യം കേട്ടോ. ആര് വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. എന്ത് നടന്നാലും ഒന്നെങ്കിൽ കുറ്റം എൻ്റെ മോൻ്റെ തലയിൽ, അല്ലെങ്കിൽ എൻ്റെ തലയിൽ. ഞങ്ങളൊക്കെ മോശക്കാർ, നിങ്ങളൊക്കെ നല്ല ആൾക്കാരും. എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര കുണുങ്ങി റൂമിലേക്ക് അങ്ങ് പോയിട്ടോ. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു രവീന്ദ്രനോട്, അല്ല രവീന്ദ്ര, നീ അവൾ പറഞ്ഞത് വിശ്വസിച്ചോ? എവിടെ ഞാൻ വിശ്വസിക്കാനോ? ഞാൻ വിശ്വസിച്ചൊന്നുമില്ല. അവളെ പഠിച്ച കള്ളിയാ, അവൾക്കതിനുള്ള ശിക്ഷ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, പോട്ടെ അമ്മ, ഈ ജന്മം നന്നാവില്ലെന്ന് ശപഥം എടുത്തത് അവള്. വീട്ടിൽ സമാധാനം വെറുതെ കളയുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിന്?
ഒരു കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു, രേവതി ഡെക്കറേഷൻ നന്നായിട്ട് ചെയ്യണം, അത് കണ്ട് കൂടുതൽ കൂടുതൽ ഓർഡർ കിട്ടണം, ഹേമ എന്നല്ല ആർക്കും തൊടാൻ പറ്റാത്ത ഉയരത്തിൽ നീ എത്തണം, ഇതേ ഈ സച്ചിയുടെ ഒരു വാശിയാ, അങ്ങനെ താഴേക്ക് വലിച്ചിടാൻ നോക്കിയവരോട് നീ പ്രതികാരം ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, സച്ചി പറഞ്ഞതാ ശരിയെ. അപ്പോൾ അച്ചമ്മയും പറഞ്ഞു, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് അച്ചമ്മേ, നിങ്ങൾ അച്ചമ്മേ എന്നല്ല മക്കളെ, ധൈര്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് പൊക്കോന്ന് അച്ചമ്മയാട്ടോ പറഞ്ഞത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അച്ചമ്മ പറയാണ്, ഞാൻ ഈ കാര്യം അറിയാൻ വേണ്ടി വന്നതാ, ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വന്നതാണ്, വയലിൽ ജോലിക്കാരുണ്ട്, എനിക്ക് പെട്ടെന്ന് അങ്ങ് പോകണം. അല്ല വർഷ എന്തി, വർഷേനെ കണ്ടില്ലല്ലോ, അവള് വരില്ലേന്ന്. അപ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുന്നത് കേട്ടോ. വർഷയും ശ്രീകാന്തും വന്ന് ഉടനെ തന്നെ അച്ചമ്മേന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു കേട്ടോ. ഓടി വന്ന് നമ്മുടെ അച്ചമ്മനെ കെട്ടിപ്പിടിച്ച് വർഷ ഒരു ഉമ്മയൊക്കെ കൊടുത്തു, അടുത്ത് വന്നിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ വന്നിങ്ങനെ അടിമുടിയൊക്കെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ വർഷേനെ. എന്നിട്ട് പറയുക, അതെ ഈ സമയത്ത് ഭാര്യേനെയും കൂട്ടി കറങ്ങാൻ പോകുന്നത് നല്ലത് തന്നെ, പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ അച്ഛമ്മയെ കറങ്ങാൻ പോയതൊന്നുമല്ല, ഞാനൊരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോയതാ, വരണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ശ്രീകാന്തിന്റെ പുറകെ തന്നെ വന്നു. ദേ ഇപ്പൊ എൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല അച്ഛമ്മേ, ശ്രീകാന്തിനെ കൊണ്ട് വല്ലാത്ത ശല്യമായിരിക്കും അച്ഛമ്മേ, ചുമ്മാ പുറകെ ഇങ്ങനെ ഏത് നേരവും നടക്കുക. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ മോളെ, ഇങ്ങനെ ശല്യം ചെയ്യും, പുറകെ നടക്കും, അതല്ലേ വേണ്ടത്. അല്ല നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛമ്മേ, ഞാൻ ആരോഗ്യവതിയാ. മേലനങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒടുക്കം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യണം കേട്ടോ. രേവതി നിനക്കറിയാലോ, ഇവളെ നോക്കിക്കോണം. രേവതി നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത് വർഷേനെ, ഞാൻ പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ല ചെമ്മേ, പറഞ്ഞതൊന്നും മറന്നിട്ടില്ല, ഞാൻ അവളെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം, ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല, സച്ചി എന്നെ ബസ് സ്റ്റാൻഡ് വരെ അങ്ങ് കൊണ്ടുവിടാം. അപ്പം രേവതി വെച്ചാൽ അച്ഛമ്മ നാളെ പോയാൽ പോരെ? പോരാ, ദേ വയലിൽ ജോലിക്കാരുണ്ടെന്ന്, എനിക്ക് ഇന്ന് പോയേ പറ്റൂ. വാടാ സച്ചി, വാ നമുക്ക് പോകാം. എന്നാ പിന്നെ ഞാൻ അച്ഛമ്മേനെ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അച്ഛമ്മ അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് ശ്രീകാന്ത് രേവതിയുടെ കൈ കണ്ടത്. ഇപ്പം രേവതിയോട് ചോദിച്ചു, അല്ല എന്താ കൈക്ക് പറ്റിയത്, എന്താ എടുത്തിയത്? അപ്പം വർഷയും കണ്ടു. വർഷയും ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ കൈക്ക് പറ്റിയത് എന്ന്. അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ കഥയൊക്കെ പറയുകയാണ്, അവരോട് നടന്ന കഥ മൊത്തം. ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ്. സുധിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് വന്നിട്ട് സുധിയോട് പറയുക, ബ്രോ എനിക്കറിയാം അവൾ നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പിരിഞ്ഞ് നിൽക്കുന്നതിൽ ഭയങ്കര വിഷമമുണ്ടെന്നും പിന്നെ എന്തിനാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പോയാൽ ബ്രോ കൈവിട്ടു പോകും കേട്ടോ, അറിയാലോ. നീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നേ, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ? അത് പിന്നെ അമ്മയുടെ സമ്മതമില്ലാതെ അത് നടക്കില്ല ബ്രോ. നിന്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നല്ലതാ, പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിന് അവളെ ഉപേക്ഷിച്ചിട്ടൊന്നും ഇല്ലല്ലോ ബ്രോ. ഇത് ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയല്ലേ ബ്രോ? ഈ ഹസ്ബൻഡും വൈഫും ഒക്കെ പിണങ്ങുന്നത് സാധാരണയാണ്. കൂടുതൽ കാലം ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പാടില്ലെന്നേ, പിരിഞ്ഞിരുന്നാലേ പ്രശ്നമാണേ, അതുകൊണ്ടാണ് പറഞ്ഞത്. നീ ഈ നാട്ടിൽ നടക്കുന്നതും കാണുന്നതും കേൾക്കുന്നൊന്നുമില്ലേ? എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എടാ ഈ നാട്ടിൽ നടക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് വിഷമമാകും. ബ്രോ പറ, എന്താ വിഷയം ബ്രോ പറ. ഞാൻ പറയാം, വിഷയം പറയാം. എനിക്ക് അജേഷ് എന്നും പറഞ്ഞേ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനും അവൻ്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടുമായിരുന്നു, ഇണങ്ങുമായിരുന്നു. ഒരു 6 മാസം മുമ്പേ അവൻ്റെ അമ്മ അവൻ്റെ ഭാര്യയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വഴക്കൊക്കെ കൂടുമെങ്കിലും രണ്ടുപേർക്കും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജോലി സ്ഥലത്ത് വന്ന് അവനെ കാണുമായിരുന്നു. പിന്നെ അമ്മേനെ പേടിച്ചിട്ട് ആ ചെറുക്കൻ അവളോട് സംസാരിച്ചിരുന്നില്ല. കാണരുത് വരരുത് എന്നൊക്കെ പറയും. ഏകദേശം നിന്നെപ്പോലെ തന്നെ, നിന്റെ അതേ പകർപ്പ്. 2-3 മാസം അവനെ കാണാൻ വന്നു. അപ്പോഴൊക്കെ ഉണ്ടല്ലോ അവളെ അവോയ്ഡ് ചെയ്ത് വിട്ടു. പിന്നീട് അവള് കാണാനേ വന്നിട്ടില്ല അവനെ. അതെന്താ കാണാൻ വരാത്തത്? അവള് വേറൊരുത്തനുമായിട്ട് കണക്ഷനായി. കഴിഞ്ഞ മാസം വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് ആ കക്ഷിയോടൊപ്പം ഒളിച്ചോടിപ്പോയി. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ഞെട്ടാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ശ്രുതി എങ്ങാനോ ഒളിച്ചോടി പോയിട്ടുണ്ടെ പിന്നെ വല്ല ആറ്റിലും ചാടി ചത്തന്ന് കൂട്ടിക്കണ്ടാൽ മതി നമ്മുടെ ശ്രുതി ഒളിച്ചോടി പോവുകയാണല്ലേ. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹൈപ്പ് അടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണേ. അപ്പം ടാറ്റ, ബൈ ബൈ.